സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കാം. ഇന്ന് 2023 ഓഗസ്റ്റ് 16 ബുധനാഴ്ച. ഇനി ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റ് ഇപ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണമാണ്. ഡോ ജോൺസ് 158 പോയിന്റ് ഗ്രീനിലാണ്, S&P 500 7 പോയിന്റ് ഗ്രീനിലാണ്, നെസ്ഡാക്ക് 18 പോയിന്റ് റെഡിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് FTSE 30 പോയിന്റ് റെഡിലാണ്, CAC ഡാക്സ് അതേപോലെ 4 പോയിന്റ് 23 പോയിന്റ് ഒക്കെ ആയിട്ട് ഗ്രീനിലാണ്. ഒരു സൈഡ് വൈസ് മാർക്കറ്റ് എന്ന് പറയാം. ഇനി ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 19,480 ട്രേഡിംഗ് നടക്കുകയാണ്. 8 പോയിന്റാണ് അത് ഗ്രീനിലുള്ളത്. മറ്റുള്ളതെല്ലാം ഏഷ്യൻ മാർക്കറ്റിലും മറ്റുള്ള എല്ലാ ഇൻഡെക്സുകളും റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇന്നലെ മീൻസ് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ, ഇന്നലെ നമുക്ക് അവധിയായിരുന്നു ഓഗസ്റ്റ് 15-ന്, 14-ാം തീയതി മാറ്ററാണ് ഞാൻ ഈ പറയുന്നത്. 82.68 ഉണ്ടായിരുന്നത് വീണ്ടും താഴോട്ട് പോയിട്ടുണ്ട്. 81.48 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് മിനിഞ്ഞാന്ന് 14-ാം തീയതി $1,908.49 ഉണ്ടായത് വീണ്ടും കുറഞ്ഞ് $1,904.98 ആയിട്ടുണ്ട്. USD INR റേറ്റ് കഴിഞ്ഞ ദിവസത്തെ അതേ സ്ഥിതി തുടരുകയാണ്. 82 രൂപ 95 പൈസയാണ് ഒരു $1 ഇന്നത്തെ മൂല്യം. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റൽ, അൾട്രാടെക് സിമെന്റ്, ദെൻ HDFC AMC, NTPC, ട്രെൻഡ്, ആസ്ട്രൽ, ഇൻഫി, ടാറ്റ മോട്ടോഴ്സ്, ലോറസ് ലാബ്സ്, പവർ ഗ്രിഡ്, M&M, ആസ്റ്റർ DM ഇത്രയും കമ്പനികൾ നല്ല പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയത്ത് ജിന്ദാൽ സ്റ്റീൽ, മുത്തൂറ്റ് ഫിനാൻസ്, എംഫസിസ്, ചോല ഫിനാൻസ്, ടാറ്റ സ്റ്റീൽ, ജുബിലൻ ഫുഡ്സ്, ICICI പ്രൂലി, അദാനി പോർട്സ്, ബന്ധൻ ബാങ്ക്, ഹിന്ദാൽകോ, HDFC ലൈഫ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചത്. ഇത് വലിയൊരു നഷ്ടമോ ലാഭമോ ഇന്ന് കാണാനില്ല. കാരണം ഹയസ്റ്റ് ലോസ് എന്ന് പറയുന്നത് ജിന്ദാൽ സ്റ്റീലിന് 2.3% ആണ്. എന്നാൽ ഹയസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പോളോ ഹോസ്പിറ്റൽ 2.6% മാത്രമാണ്. അപ്പോൾ അതൊരു വലിയ ഫ്ലക്ച്വേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു ശരാശരി മൂവ്മെന്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതേസമയത്ത് ഇന്ന് 1075 സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോൾ 972 സ്റ്റോക്കുകൾ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് 21,055 കോടിയുടെ ബൈങ്ങും 20,333 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 722 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 7,977 കോടിയുടെ ബൈങ്ങും 5,571 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,406 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവരും കാഴ്ചവെച്ചത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഇന്ന് നെറ്റ് ബയേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 3,128 കോടിയുടെ 3,128 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരാഴ്ചത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 8-ാം തീയതി 174 കോടി രൂപ നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. 9-ാം തീയതി 46 കോടി നിക്ഷേപം വന്നു. 10-ാം തീയതി 1000 കോടി വന്നിട്ടുണ്ട്, 1034 കോടി വന്നിട്ടുണ്ട്. 11-ാം തീയതി 2,572 കോടി പിൻവലിക്കപ്പെട്ടു. 14-ാം തീയതി മിനിഞ്ഞാന്ന് 863 കോടി പിൻവലിക്കപ്പെട്ടു. ഇന്ന് 3,120 കോടി മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തത്. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു മൂവ്മെന്റ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 1 ആയിരുന്നു. മാർക്കറ്റ് ഇന്ന് പുട്ട് കോൾ റേഷ്യോ വർദ്ധിച്ച് 1.12 ആയിട്ടുണ്ട്. മാർക്കറ്റ് ബുള്ളിഷ് എന്ന ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. മുകളിലോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സ്പോട്ട് 19,465 ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് 1 പോയിന്റ് മാത്രം മുകളിലായിട്ട് 19,466 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിന്റെ പ്രൈസ് താഴോട്ട് വന്നതല്ല, സ്പോട്ട് പ്രൈസിൽ ഉണ്ടായിരുന്ന പെട്ടെന്നുണ്ട് ഒരു ബൂമിങ്ങിൽ അത് അടുത്തടുത്ത് എത്തിയതാണ്. ബാങ്ക് നിഫ്റ്റി പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.8 ആയിരുന്നു. ഇത് 0.85 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. സ്റ്റിൽ അത് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാണ്. സ്പോട്ട് 43,946 നിൽക്കുമ്പോൾ അവിടുന്ന് 92 പോയിന്റ് മുകളിലായിട്ട് 44,038 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇപ്പോൾ കറന്റ് മാർക്കറ്റിലുള്ള 19,450 റേഞ്ചിലാണ്. എന്നാൽ 19,400-ലും 19,500-ലും ഹയസ്റ്റ്, 19,400-ലാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ്. 19,500-ൽ അതിനേക്കാൾ കുറവാണ്. എന്നാൽ അതേസമയത്ത് 19,600-ൽ അതിനേക്കാളും ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലാണ്. സോ 7,33,00,000 കോളും
6,75,00,000 പുട്ടുമാണ് ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഓപ്പണായി കിടക്കുന്നത്. ഇത് പ്രകാരമാണെങ്കിൽ പുട്ട് കോൾ റേഷ്യോ 0.9 ആണ്. എന്തായാലും എനിക്ക് തോന്നുന്നു 19,600-ന്റെയും 400-ന്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും ഈ എക്സ്പയറി. നാളെയാണ് എക്സ്പയറി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും എക്സ്പയറി നടക്കും എന്ന് വിചാരിക്കുന്നു. 19,465-ലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. 19,500-ലും കുറച്ച് നല്ല രീതിയിൽ, അതായത് 1.24 കോടി, 1,24,00,000 കോൾസ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത് എന്നുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത് 44,000-ലാണ്. മാർക്കറ്റ് ഇപ്പോൾ അതിൻ്റെ താഴെയാണുള്ളത്. ഇനി താഴോട്ട് പോകുകയാണെങ്കിൽ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്നത് 43,800-ലാണ്. അപ്പോൾ എന്തായാലും 44,000-ൽ ഹയസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മുകളിലോട്ട് പോകില്ല എന്ന് പ്രതീക്ഷിക്കാം. 2 കോടി കോളും 2 കോടി 10 ലക്ഷത്തിൻ്റെ പുട്ടുമാണ് ഇപ്പോൾ റൈറ്റ് ചെയ്തിട്ടുള്ളത്. പുട്ട് കോൾ റേഷ്യോ ഓൾമോസ്റ്റ് 1 എന്ന റേഞ്ചിൽ നിൽക്കുകയാണ്. മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്, അതായത് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ 43,946-ലാണ്. 44,000 ഇനി നമുക്ക് കടക്കേണ്ടത്. ഫിൻ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് താഴോട്ടാണുള്ളത്. എന്തായാലും ഫിൻ നിഫ്റ്റിക്ക് അപ്പോൾ മുകളിലോട്ട് കയറി പോകേണ്ടി വരും. 19,500-ലാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇപ്പോൾ മാർക്കറ്റുള്ള 19,600 റേഞ്ചിലാണ്. ഞാൻ അറ്റ് ദ മണി സ്ട്രൈക്കിൻ്റെ കാര്യമാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് എന്ന രീതിയിൽ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതാണ്. ഇനി മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യേണ്ടത് 19,700-ആണ്. 600 കൂളായിട്ട് കടന്നു പോകും തോന്നും. വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ആണുള്ളത്. 19,700-ൽ നല്ല രീതിയിൽ കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 31 ലക്ഷം കോളും 25.8 ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 0.8 പുട്ട് കോൾ റേഷ്യോ ഇവിടെ കാണിക്കുന്നത്. 19,586-ലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. ഒരെണ്ണം കൂടി നമുക്ക് നോക്കിയിട്ട് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അതായത് മിഡ് ക്യാപ്പിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ ഉള്ള സ്ട്രൈക്കിൽ തന്നെയാണ്. 8,575-ലാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ ഉള്ളത്. അവിടെ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. സോ താഴോട്ട് പോകില്ല എന്ന് പറയാനും പറ്റില്ല, മുകളിലോട്ട് പോകും എന്ന് പറയാനും പറ്റില്ല. എന്തായാലും 2.73 2,73,00,000 കോളും 2,95,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുട്ട് ഓവർ റൈറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിനെ മുകളിലോട്ട് പമ്പ് ചെയ്യണമെന്നാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ 1.1 ഏകദേശം വന്നിട്ടുണ്ട്. 8,577-ലാണ് മിഡ് ക്യാപ്പ് നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്ട് എന്ന ഇൻഡെക്സ് ഇപ്പോൾ ഉള്ളത്. സെക്ടറൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിൻ സർവീസസ്, നിഫ്റ്റി മെറ്റൽ, ഈ 3 സെക്ടറുകൾ മാത്രമാണ് ഇന്ന് റെഡിൽ അവസാനിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത്. ഇനി നാളെ റിസൾട്ട് വരുന്ന കമ്പനികളുടെ പേരുകളൊന്നും തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അടുത്ത ബുധനാഴ്ച വരുന്ന കോർപ്പറേറ്റ് ആക്ഷൻസ് നോക്കാം. ഇവിടെ ആസ്ട്രൽ മൈക്രോവേവ് പ്രൊഡക്ട്സ് ₹1.60, ക്യാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ 50 പൈസ, ധ്രുവ് കൺസൾട്ടൻസി സർവീസസ് എമൗണ്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, ഡൈനാകോൺസ് സിസ്റ്റം സൊല്യൂഷൻസ് 50 പൈസ പെർ ഷെയർ, ഫോക്കസ് ബിസിനസ് സൊല്യൂഷൻസ് ബോണസ് ആണ് കൊടുക്കുന്നത്. 5 ഷെയറിന് 4 ഷെയർ ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ ₹1.25, HB പോർട്ട്ഫോളിയോ ₹1 പെർ ഷെയർ, ഇന്റർനാഷണൽ കമ്പഷൻ ഇന്ത്യ ലിമിറ്റഡ് ₹3 പെർ ഷെയർ, മണപ്പുറം ഫിനാൻസ് 80 പൈസ പെർ ഷെയർ, പെർമനന്റ് മാഗ്നറ്റ്സ് ₹1.50 പെർ ഷെയർ, തേജോ എഞ്ചിനീയറിംഗ് ₹2 പെർ ഷെയർ. വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഡിവിഡൻസ് ഒന്നും തന്നെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷൻ ഒന്നും ഇവിടെ കണ്ടില്ല. നോക്കാം നമുക്ക് നാളത്തെ മേജർ ഈവൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. നാളെ ജപ്പാൻ ട്രേഡ് ബാലൻസ്, ജപ്പാൻ ടെറിട്ടറി ഇൻഡസ്ട്രി ആക്ടിവിറ്റി ഇൻഡെക്സ്, EU ട്രേഡ് ബാലൻസ്, US ഫിലാഡൽഫിയ ഫെഡ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ്, US ഫില്ലി ഫെഡ് എംപ്ലോയ്മെന്റ്, US ഫെഡ് ബാലൻസ് ഷീറ്റ്. ഇത്രയും ഈവൻറ്റ്സുകളാണ് നാളെ നടക്കാനുള്ളത്. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 66 പോയിന്റ് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയത്. ഇൻട്രാഡേയിൽ 166 പോയിന്റിൻ്റെ അഥവാ 0.85% മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,369-ൽ നിന്നും 96 പോയിന്റ് മുകളിലായിട്ട് 19,465-ലാണ് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഇന്ന് 163 പോയിന്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പണായി 573 പോയിന്റ് അഥവാ 0.88% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 65,238-ൽ നിന്ന് 301 പോയിന്റ് മുകളിലായിട്ട് ലാഭത്തിൽ 65,539-ലാണ് സെൻസെക്സ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 1.08% വർദ്ധിച്ചിട്ട് 12.13-ലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസങ്ങളായിട്ട് ഇന്ത്യ വിക്സ് മുകളിലോട്ട് കയറിപ്പോയി അല്ലെങ്കിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്.
ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് 365 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് കിട്ടിയത്. 402 പോയിന്റിന് ഇൻട്രാഡേ അഥവാ 0.92% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 43,726 നിന്ന് 220 പോയിന്റ് മുകളിൽ 43,946 ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് 166 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 187 പോയിന്റിന് അഥവാ 0.96% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,486 നിന്ന് 100 പോയിന്റ് മുകളിൽ 100 പോയിന്റ് ലാഭത്തിൽ 19,586 ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിട്ടുണ്ട്. ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് നോട്രേറ്റ് സോണിന്റെ ബ്രേക്ക് ഡൗൺ ലെവലിൽ ഓപ്പണായി. അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ടാണ് കയറി വന്നത്. പക്ഷേ കാര്യമായിട്ടൊരു ട്രേഡ് കിട്ടുന്ന രീതിയിൽ ഇതിനകത്ത് വലിയൊരു മൂവ്മെന്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഇവിടെ താഴോട്ട് വന്നു, മുകളിലോട്ട് പോയി, താഴോട്ട് വന്നു, മുകളിലോട്ട് വന്നു, ഇങ്ങനെ ഒരു സിഗ്സാഗിൽ അല്ലെങ്കിൽ സീസോ മൂവ്മെന്റിന്റെ ഇതിന്റെ ഇടയിൽ പെട്ടുപോയി ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ആ മൊത്തത്തിൽ വളരെ വലിയൊരു മൂവ്മെന്റും കിട്ടിയില്ല. ഒരു ബ്രേക്ക്ഔട്ട് ലൈൻ കട്ട് ചെയ്തിട്ട് എക്സാക്ട്ലി നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ R1 ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചിറങ്ങിപ്പോയി. അത്രയും ആക്യുറേറ്റ് ആയിട്ടാണ് ആ ലെവൽസ് വന്നിരിക്കുന്നത്. അവിടെ ടച്ച് ചെയ്ത് 19,483 ടച്ച് ചെയ്താലും റിജക്ഷൻ ആയിട്ട് താഴോട്ട് വരികയാണ് ചെയ്തത്. ദെൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഇതേ രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. കാരണം ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിങ് ചെയ്യാൻ പറ്റാത്തത്ര അലമ്പായി പോയിട്ടുണ്ട്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഒരു രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കാതെയാണ് ഈ ഇൻഡെക്സ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിനകത്തുള്ള ട്രേഡിങ് സ്ലോ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഒരു 100 പോയിന്റ് മുകളിലോട്ട് പോവുക, 100 പോയിന്റ് താഴോട്ട് വരിക, അങ്ങനെ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് കളിക്കുക. അതായത് സ്ട്രൈക്കിൻ്റെ ചാർട്ടിൽ ഒരു ക്യാൻഡിൽ തന്നെ 85 രൂപയും 100 രൂപയൊക്കെ പ്രൈസാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോ ഒരു സ്റ്റോപ്പ് ലോസ് നോർമലി ഒരു 30 രൂപ, 50 രൂപ, ഈവൻ 75 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുക, തിരിച്ച് അതേ എൻട്രി പോയിന്റിലേക്ക് തിരിച്ചു വരിക. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേ ട്രേഡിങ് ഒരല്പം ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് S2 ലെവലിൽ ഓപ്പണായി, തിരിച്ച് S1 പോയി, S2 തിരിച്ചിറങ്ങി, പിന്നെ നമ്മുടെ ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഇന്ന് അവസാനിച്ചു. മറ്റൊന്നും ഉണ്ടായില്ല. വളരെ സിമ്പിളായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് എല്ലാം ഇന്നുണ്ടായത്. ഫിൻ നിഫ്റ്റി ആണെങ്കിലും ഫിൻ നിഫ്റ്റി വലിയൊരു കുഴപ്പമില്ല, അധികം ബുദ്ധിമുട്ടിക്കാതെ ആൾക്കാർക്ക് ട്രേഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് മൂവ്മെൻറ്റ് കുറവായതുകൊണ്ട് കാര്യമായ ഒരു ട്രേഡ് കിട്ടിയില്ല. S2 മുകളിൽ ഓപ്പണായി, S2 ടെസ്റ്റ് ചെയ്തു, ദെൻ അതിൻ്റെ ഇടയിലായിട്ട് മാർക്കറ്റ് അവസാനിച്ചു. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഒരല്പം പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് തന്നെയാണ്. പക്ഷേ ഇന്ന് കാര്യമായിട്ടൊരു മൂവ്മെൻ്റ് ഒന്നും അതിനകത്ത് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പ് ഡൗൺ ഈ ഒരു വൊളാറ്റിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ടാർഗറ്റിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് എല്ലാ ഇൻഡെക്സിലും, എസ്പെഷ്യലി ബാങ്ക് നിഫ്റ്റിയിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഓൾ ടുഗദർ നമുക്കൊരു ഇതിൻ്റെ ചാർട്ടിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റ് ഒരു റിക്കവറിക്ക് ശ്രമിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് മോസ്റ്റ് പ്രോബബ്ലി കിട്ടുക. അല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിൻ്റെ നേരെ ഈ ലെവലിൻ്റെ താഴെ കട്ട് ചെയ്ത് ഇറങ്ങി പോകും. അല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ചു കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നിട്ട് നമുക്കൊരു സിഗ്നൽ തരും എന്ന കാര്യം പറഞ്ഞത് ഇവിടെയല്ലേ. ഡബിൾ ബോട്ടം പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ മൂന്നാമത്തെ 2 ടച്ചിങ് ബോട്ടം, രണ്ടാമത്തെ ടച്ചിങ് വന്നു. ഇനി കയറി മുകളിലോട്ടാണ് പോകേണ്ടത്. പക്ഷേ ഈ ഒരു എൻഗൾഫിംഗ്, ബുള്ളിഷ് എൻഗൾഫിംഗ് എന്നും വേണമെങ്കിൽ പറയാവുന്ന, ഇതിനെ കണ്ടിട്ട് നമ്മൾ മോഹിക്കരുത്. നാളെ ഇതിൻ്റെ മുകളിൽ ഓപ്പണിംഗ് ആയിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടട്ടെ, അപ്പോൾ മാർക്കറ്റ് തിരിച്ചു കയറുന്നുണ്ട് എന്ന് പറയാം. എന്തായാലും ഇതിൻ്റെ ഒരു ലക്ഷണം കണ്ടിട്ട് ഒന്ന്, ഇതിനെ എൻഗൾഫ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ബോഡിയെ വിഴുങ്ങുന്ന രീതിയിൽ ഇന്നത്തെ ബോഡി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സിഗ്നലും അത് പോസിറ്റീവാണ്. അതായത് പ്രീവിയസ് ഡേയുടെ ഹൈനെ കട്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഡേയുടെ ക്ലോസിങ്ങിൻ്റെ മുകളിൽ ഇന്ന് ക്ലോസിങ് തന്നിട്ടുണ്ട്. സോ ഞാനിപ്പോൾ പറയുന്ന പോലെ നാളെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഇങ്ങനെ ഒന്നും ഒരു ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ബേസിൽ ഒന്നും തന്നെ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ 2 സാധ്യതകളും പറയണം. രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് താഴോട്ട് മാർക്കറ്റിനെ വലിച്ച് താഴോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും വന്നേക്കാം. അപ്പോൾ ഒന്നുകിൽ ഫസ്റ്റ് സാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 99% പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിലായിട്ട് നാളെ ഒരു ഓപ്പണിംഗ് തരിക, എന്നിട്ട് മുകളിലോട്ട് മാർക്കറ്റ് കയറുക എന്നുള്ളതാണ്. ഈ ഒരു ലെവൽ കട്ട് ചെയ്യുന്നവരെയും മാർക്കറ്റ് മുകളിലോട്ട് കയറി എന്ന് പറയാൻ പറ്റില്ല.
അത് കട്ട് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ മുകളിലോട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ ഇവിടെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നാളെ ഈ രീതിയിൽ ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് ബെയറിഷ് ആകാനാണ് പോകുന്നതെങ്കിൽ നാളെ എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നിട്ട് ഈ നമ്മുടെ സപ്പോർട്ട് ലൈൻ 19,337 ഒരു സൂപ്പർ സപ്പോർട്ടാണ്, അതങ്ങനെ പൊട്ടില്ല. പക്ഷേ മാർക്കറ്റ് ബെയറിഷ് ആവാനാണ് തീരുമാനമെങ്കിൽ അത് പൊട്ടിച്ചിട്ട് നാളെ നമുക്ക് ക്ലോസിങ് തരും. എന്തായാലും നാളത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് വളരെയധികം നോക്കി കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇനി ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഓൾറെഡി അത് ബെയറിഷായി അതിൻ്റെ എല്ലാ ഇതും കട്ട് ചെയ്ത് താഴെ പോയിട്ടുണ്ട്. നോക്കാം, ഹോപ്പ്ഫുള്ളി നമുക്ക് ഒന്നുകിൽ നാളെ ഇവിടെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ ഫിൻ നിഫ്റ്റി അതിൻ്റെ സപ്പോർട്ട് ലെവലിൽ ഇതുവരെ ഫൈനൽ സപ്പോർട്ടിൽ എത്തിയിട്ടില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ ഇവിടെ ഒരു എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ വരും എന്നാണ്. ഓക്കെ, അത് മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു അപ്പ് മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് നിഫ്റ്റിയുടെ അതേ പാതയിലാണ്. അപ്പോൾ നാളെ നോക്കാം, നമുക്ക് എൻഗൾഫിംഗ് ആയിട്ട് മുകളിൽ ഒരു ക്യാൻഡിൽ തന്നിട്ടുണ്ട്. നോർമലി ഇങ്ങനെ 2 ക്യാൻഡിൽ തരാറുണ്ട്, പക്ഷേ മൂന്നാമത്തെ ക്യാൻഡിൽ ഇതേപോലെ താഴോട്ട് വലിയൊരു ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ വന്നിട്ട് ബെയറിഷ് ആയിട്ട് അങ്ങ് പോകാറുണ്ട്. നിങ്ങൾക്ക് ഈ ഹിസ്റ്ററിയിൽ എവിടെയെങ്കിലും തപ്പിക്കഴിഞ്ഞാൽ അത് കിട്ടും അങ്ങനെ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ ഇതാ ഏറ്റവും പീക്കിൽ പോയ സമയത്തും അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേയിൽ കണ്ടില്ലേ ഇവിടെ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നുകൂടായികയില്ല, പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന മുകളിലോട്ട് പോകുന്നതാണ്. താഴോട്ട് വരില്ല എന്നതിന് ഒരു ഉറപ്പുമില്ല, താഴോട്ടും വരാം. ദെൻ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ അധികം ഒന്നും നോക്കാനില്ല. അത് ഇപ്പോഴും സൈഡ് വൈസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റെന്തിനോ വേണ്ടിയിട്ട് തിളക്കുന്ന ഒരു സംഭവമാണ്. ഒന്നുകിൽ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടർ അതിൻ്റെ പ്രോപ്പർ ഡയറക്ഷൻ എടുക്കുന്നത് വരെയും ഇതിങ്ങനെ സൈഡ് വൈസ് പോകാനായിരിക്കും തീരുമാനം എന്ന് തോന്നുന്നു. സൈഡ് വൈസ് പോയാലും എന്തായാലും നല്ലൊരു ഇൻഡെക്സാണ്. അത് ചെറിയ എന്താ പറയുക, സ്പോട്ട് പ്രൈസ് വളരെ കുറവുള്ള 8,500 ലെവലിലാണ് അതിപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. സോ അത് നല്ല രീതിയിൽ കയറി വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തേക്കുള്ളത്. പുതിയ വിശേഷങ്ങളായിട്ട് നാളെ കണ്ടുമുട്ടാം. നാളെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറിയാണ്. ഞാൻ അതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിന് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അഥവാ അങ്ങനെ ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ തീരുമാനിച്ചാൽ പോലും അത് തെറ്റിപ്പോകാനുള്ള സാധ്യത 99% ആയതുകൊണ്ട് നാളത്തേക്ക് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഇതിൽ പോയി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. അവിടെ എന്താണ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരുന്നത് അവിടം തൊട്ട് തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. സോ പുതിയ വിശേഷങ്ങളായിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.